രാഷ്ട്രീയത്തിന്റെ നാടിവിടുപ്പുകൾ തൊട്ടറിയുന്ന വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും പുതിയ അധ്യായങ്ങൾ രചിച്ച 5 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനം വീണ്ടും ഒരു നിർണായക ജനവിധിയിലേക്ക് നീങ്ങുകയാണ്. 15ാം നിയമസഭയിലേക്കുള്ള ഈ പോരാട്ടം വെറും ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് കഴിഞ്ഞ അരപ്പതിറ്റാണ്ടുകാലം കേരളം കൈവരിച്ച വിപ്ലവകരമായ മാറ്റങ്ങൾക്കുള്ള അംഗീകാരവും തുടർന്നുള്ള കുതിപ്പിനായുള്ള ജനങ്ങളുടെ ആഗ്രഹവും പ്രകടമാക്കുന്ന ഒന്നാണ്. ഈ രാഷ്ട്രീയ പൂരപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്ടെ ബേപ്പൂര്. വികസനത്തിന്റെ പുതിയ മുഖവുമായി മാറിയ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ജനവിധി തേടുന്ന ഇവിടെ LDF കാഴ്ചവെക്കുന്നത് സമാനതകളില്ലാത്ത ഭരണ നേട്ടങ്ങളുടെ റിപ്പോർട്ട് കാർഡാണ്. പുതിയ തലമുറയ്ക്ക് പവർ കട്ട് എന്താണെന്ന് പോലും അറിയില്ല എന്ന് പ്രഖ്യാപിച്ച് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കേരളത്തെ നയിച്ച ഊർജ്ജസ്വലമായ ഭരണത്തെ റിയാസ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ബേപ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ സർവകലാശാല റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായിരിക്കും ഈ വിധിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും വോട്ടെടുപ്പ് ദിനത്തിലും റിയാസ് പ്രധാനമായും ഉയർത്തിക്കാട്ടിയത് LDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളാണ്. പഴയകാലത്തെ ഇരുട്ടിലായ കേരളത്തെയും ഇന്നത്തെ പ്രകാശമാനമായ കേരളത്തെയും അദ്ദേഹം താരതമ്യം ചെയ്തു. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പവർ കട്ട് എന്നാൽ എന്താണെന്ന് പോലും അറിയില്ല. പണ്ട് വൈകുന്നേരമായാൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടുമായിരുന്നു പതിവ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. കേരളത്തെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്കും തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണത്തിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു എന്നാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് പറഞ്ഞത്. UDF ഭരണകാലത്ത് പൂട്ടാൻ പോയ സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഹൈടെക് കേന്ദ്രങ്ങളാക്കി മാറ്റിയ പൊതുവിദ്യാഭ്യാസ യജ്ഞം ഗ്രാമങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ പോലും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയ ആർദ്രം മിഷൻ, കിഫ്ബിയിലൂടെ നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ വിസ്മയങ്ങൾ, ഇങ്ങനെ എണ്ണിപ്പറയാൻ 100 നേട്ടങ്ങൾ LDF സർക്കാരിന്റെ അക്കൗണ്ടിലുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ റിയാസ് ബേപ്പൂരിലും കേരളത്തിലുടനീളവും നടത്തിയ പ്രവർത്തനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ്. BM and BC നിലവാരത്തിൽ കേരളത്തിലെ പ്രധാന റോഡുകളെല്ലാം മാറ്റിയെടുത്തതും റെക്കോർഡ് വേഗത്തിൽ പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതക്കുരുക്കിന് പരിഹാരം കണ്ടതും നൂറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്ന ദേശീയപാത വികസനവും LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് വേഗത്തിലായി. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് റിയാസ് ഉന്നയിച്ചത്. പ്രതിപക്ഷം പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും തുടർച്ചയായി പെരുമാറ്റച്ചട്ട ലംഘനം നടത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. വികസന മുരടിപ്പായിരുന്നു UDFന്റെ കാലത്തെ മുഖമുദ്രയെന്നും ജനങ്ങൾ അത് മറന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് കനക്കുമ്പോൾ മുന്നണികളെല്ലാം ഒരുപോലെ പ്രതീക്ഷകളാണ് മുന്നോട്ട് വെക്കുന്നത്. രാജ്യത്തെ ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനത്ത് ചരിത്രപരമായ ഭരണ തുടർച്ചയാണ് LDF ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന വിശ്വാസത്തിലാണ് ഇടതുപക്ഷം. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും സമാനമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വോട്ടെടുപ്പാണിത്. വികസന കുതിപ്പിന് ഒരു ഇടവേള ഉണ്ടാക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം തൃത്താലയിൽ വോട്ട് രേഖപ്പെടുത്തിയ TV ബൽറാം താൻ ഒന്നാമനായി ഫിനിഷ് ചെയ്യുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിൽ തിരിച്ചെത്താമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഭരണവിരുദ്ധ വികാരവും വിവാദങ്ങളും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണവർ. എന്നാൽ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് NDA ശ്രമിക്കുന്നത്. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി അൻവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് റിയാസ് ആരോപിച്ചു. വികസന മുരടിപ്പായിരുന്നു UDF കാലത്തെ അടയാളമെന്നും അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ LDFന് നൽകുന്ന പിന്തുണ പ്രതിപക്ഷത്തെ പരിഭ്രാന്തരാക്കുന്നുണ്ടെന്നും അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിന്റെ വികസന കുതിപ്പിന് ഒരിടവേള ഉണ്ടാകാൻ പുതിയ തലമുറയ്ക്ക് പവർ കട്ട് അറിയില്ല എന്ന വാക്കുകൾ കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിനപ്പുറം ആധുനികമായ ഒരു നവകേരളത്തിന്റെ പ്രഖ്യാപനമാണ്. ഹൈടെക് ക്ലാസ് മുറികളിലൂടെയും ആധുനികമായ ആശുപത്രികളിലൂടെയും LDF സർക്കാർ വിതച്ച വികസനത്തിന്റെ വിത്തുകൾ ഇന്ന് വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുകയാണ്. ഭരണ തുടർച്ചയെന്ന ചരിത്ര നിയോഗത്തിലേക്ക് കേരളം നടന്നെടുക്കുമോ അതോ UDFന്റെ തിരിച്ചുവരവിനാണോ പോളിംഗ് ബൂത്തുകൾ സാക്ഷ്യം വഹിക്കുക എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തുതന്നെ ആയാലും വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ഇത്തവണ കേരളത്തിൽ മുഖ്യ ചർച്ചാ വിഷയമെന്ന് മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ അടിവരയിടുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും അപ്പുറം തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിയ സർക്കാരിന് ജനങ്ങൾ നൽകുന്ന മാർക്ക് എത്രയായിരിക്കുമെന്നറിയാൻ ഇനി മെയ് മാസത്തിലെ ആ വോട്ടെണ്ണൽ ദിനം വരെ നമുക്ക് കാത്തിരിക്കണം.